നമസ്കാരം. ഞങ്ങളിന്ന് കോന്നി ആനക്കൂട്ടി വരെ പോവാണേ. അപ്പോൾ ഞങ്ങളുടെ കസിൻസും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ ആരും നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ആനയൊക്കെ അവരെ ഒന്ന് കാണിച്ച് നമുക്ക് അവിടുത്തെ രഭാവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഹലോ, നമ്മൾ എലിഫന്റിനെ കാണാൻ പോവാ. അവിടെ എനിക്ക് എലിഫന്റിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് എലിഫന്റിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അപ്പോഴേക്ക് എനിക്ക് അറിയാത്ത ഏതാണെന്ന് ഞാൻ റൈഡ് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ. കുഞ്ഞുങ്ങൾക്കെല്ലാവരും ആനയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവരെല്ലാവരും ഇപ്പം അയർലൻഡിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഇവരെ 3 കുട്ടികളാണ്. അപ്പോൾ എപ്പോഴും അവർ ആനയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്നാൽ ഞാൻ പറഞ്ഞത് നമുക്ക് കോന്നി ആനക്കുട്ടി കൊണ്ടുപോയി ഇവിടെ ഒരുപാട് ആനകളുണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പങ്കുവയ്ക്കാം. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ കോന്നി ആനക്കൂട്ടിലെത്തിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആനക്കൂടും പരിസരവും എല്ലാം പഴയ പോലൊന്നുമല്ല, നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് പരിപാലിച്ചു പോകുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ ഈ നേരെ മുന്നിൽ കാണുന്ന ഇതാണ് ആനക്കൂടെന്ന് പറയുന്നത്. ഇത് ആനയെ വളർത്തുന്ന കൂടല്ല, ആനയെ ചട്ടം പഠിപ്പിക്കുന്ന, നിയമം പഠിപ്പിക്കുന്ന, ആനയെ അനുസരിക്കാൻ പഠിപ്പിക്കുന്ന കൂടാണ് ഈ കാണുന്നത്. ആ കണ്ട കൂടെന്ന് പറഞ്ഞാൽ അത് കമ്പകം എന്ന തടിയിലാണ് ആ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. കമ്പകം എന്ന തടി, അതിൻ്റെ നിർമ്മാണ രീതിയും തടിയുടെ ശക്തിയും അതുകൊണ്ട് ആന എത്ര കുത്തിയാലും കൂട് മറിയുകയോ ഇളകുകയോ തടി ഒടിയുകയോ ചെയ്യാറില്ല. അത്ര കട്ടിയുള്ള തടിയാണ് കമ്പകം എന്ന് പറയുന്നത്. നമ്മുടെ പണ്ട് റെയിൽവേയുടെ ട്രാക്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കോൺക്രീറ്റ് പീസിന് പകരം പണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പകം പോലുള്ള തടികളായിരുന്നു. ഈ കാണുന്നതെല്ലാം കമ്പകത്തിൻ്റെ തടിയാണ് ആനക്കൊട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വശങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഓരോരോ ബോർഡുകളൊക്കെ ആനക്കൂടിനെ പറ്റിയുള്ളതും പണ്ടത്തെ ആനപിടുത്തത്തെ പറ്റിയുള്ളതും അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഓരോരോ രാജാക്കന്മാരുടെ കാലത്ത് ആനപിടുത്തം തുടങ്ങിയതൊക്കെ എഴുതി വച്ചിരിക്കുന്നു. ഈ കാണുന്നത് ഒറ്റക്കല്ലിലുള്ള ഒരു പാത്രമാണ്. ആനയ്ക്ക് ദാഹിക്കുമ്പോൾ ആ എഴികൾക്കുള്ളിലൂടെ കൈയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ എഴികളുടെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്താണ് നമ്മുടെ ഒരു കുട്ടി കൊമ്പനുണ്ട്, അവനെ ഇതിനകത്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവനെ ഇപ്പം വെളിയിലിറക്കി, എഴികൾ ഊരി മാറ്റാവുന്ന ടൈപ്പാണ്. അതിനകത്തുനിന്ന് അവനെ വെളിയിലിറക്കി ഇപ്പം വെളിയിൽ കൊണ്ടുപോയി നമുക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിനായിട്ട് അവനെ അവിടെ ഇട്ടിട്ടുണ്ട്. അവനെ മാത്രമേ ഉള്ളൂ ചങ്ങലക്കിടാതെ കൂട്ടിനകത്ത് തുറന്നു വിട്ടിരിക്കുന്നത്. ഇത് ആനക്കൂടിൻ്റെ പരിസരങ്ങളാണ്. നല്ല ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് കൊച്ചു ആനക്കുട്ടികൾക്ക് അവരെ കൂട്ടി നിറക്കി ഇതിൻ്റെ സൈഡിലൂടെയുള്ള വഴികളിലൂടെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഈ കാണുന്ന ഈ ചെറിയ കുളം. അപ്പം ഇപ്പോൾ അത് ഉപയോഗപ്രദമല്ലാന്ന് തോന്നുന്നു. അതിനകത്ത് നിറയെ പായൽ പിടിച്ച് കിടക്കുന്നു. ഇപ്പോൾ അതിലേക്ക് ആനകളൊന്നും ഇറക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കാണ്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. പാർക്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ആനയുടെ രൂപം തന്നെ ചെടികൾ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ആർട്ടാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഓരോരോ കാര്യങ്ങളാണ്. ഫോറസ്റ്റിൻ്റെ ഓഫീസുകൾ, മ്യൂസിയം ഉണ്ട്, ഗാലറി ഉണ്ട്, 3D തിയേറ്ററുണ്ട്. പിന്നെ ഒരുപാട് ആനകൾ നേരത്തെ കോന്നിയിലുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൊട്ടിലുകളാണ് ഈ കാണുന്നത്. ഇതിനകത്തെല്ലാം ആനകൾ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊച്ചയ്യപ്പൻ. വയസ്സ് 4 വയസ്സേ ഉള്ളൂ. 2021 റാന്നി ഡിവിഷനിൽ നിന്നാണ് ഇവനെ കിട്ടിയത്. അപ്പോൾ ഇവനെ കിട്ടുന്ന സമയത്ത് അമ്മയിൽ നിന്ന് കൂട്ടം തെറ്റി കുഴിയിൽ വീണ് കിടന്ന് അവനെ ഫോറസ്റ്റുകാർ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവരികയായിരുന്നു. ഭയങ്കര കുസൃതിയാണ്. അവനെപ്പോലെ തന്നെ കുസൃതി അതേ ഈ നിൽക്കുന്ന 2 പേരും. അവർക്ക് ആനയെ എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. അവിടുന്ന് പോരാനും പോലും അവർക്ക് ഇഷ്ടം തോന്നില്ല. അത്രമാത്രം ഇഷ്ടത്തോടു കൂടി തന്നെ അവരുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇത് ഈവ, 23 വയസ്സാണ്. ഇവളെന്ന് പറയുന്നത് പിന്നെ മറയൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവൾ നേരത്തെ ഇവിടെ സവാരിക്ക് ഉപയോഗിച്ചിരുന്നു. ഈവ ഉണ്ടായിരുന്നു, മീന ഉണ്ടായിരുന്നു. ഇവരെ 2 പേരെ ഇവിടെ ആനസവാരി നേരത്തെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പ്രിയദർശിനി, വയസ്സ് 41 വയസ്സ്.
പ്രിയദർശിനി ആനസവാരിക്ക് ഉപയോഗിച്ചായിട്ട് എനിക്കറിയില്ല. പക്ഷേ മറ്റേ രണ്ടുപേരുടെയും ആനപ്പുറത്ത് ഞാൻ കയറിയിട്ടുണ്ട്. അവർ രണ്ടും നല്ല ശാന്ത സ്വഭാവമാണ്. അഴിച്ചു വിട്ടാൽ പോലും അവരാരും ഒന്നും ആരെയും ഉപദ്രവിക്കത്തില്ല. ഇതാണ് മീന, 34 വയസ്സ്. മീന ഏറ്റവും പാവമാണ്. ആനക്കാരനില്ലായെങ്കിൽ പോലും നമുക്ക് അടുത്ത് എന്നാലും ഒന്നും ചെയ്യുന്ന സ്വഭാവക്കാരിയല്ല. അപ്പോൾ അങ്ങനെ പിന്നെ മീനയാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെയൊക്കെ ഇവളെ ആനസവാരിക്ക് ഫോറസ്റ്റിൽ നിന്ന് വിട്ടുകൊടുത്തിരുന്നു. ഇപ്പം കുറേ വർഷങ്ങളായി ആനസവാരി കോന്നിയിൽ നിർത്തലാക്കിയിട്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കോന്നിയിൽ ഇപ്പോൾ ആനസവാരിയില്ല. ഇപ്പോൾ അവരെല്ലാവരും വിശ്രമത്തിലാണ്. ഈ കാണുന്നത് 12 വയസ്സുള്ള ഒരു ചില്ലിക്കൊമ്പനാണ്, കൃഷ്ണ. നല്ല ആരോഗ്യവാനായ, നല്ല തലയെടുപ്പുള്ള, നല്ല ഉഗ്രനായിട്ടുള്ള ഒരു ആനക്കുട്ടിയാണ്. 12 വയസ്സേ ഇവനുള്ളൂ. അപ്പോൾ ഇവന് ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും എത്ര തലയെടുപ്പുള്ള ഒരു ഗജരാജനായിരിക്കുമെന്ന് ഓർത്ത് നോക്കിയേ. ഈ 12 വയസ്സിൽ ഇത്ര പൗരുഷമുള്ള, നല്ല ആണത്വമുള്ള, നല്ല ലക്ഷണമൊത്ത ഒരു ആനയാണിപ്പോൾ ഇവൻ. ഇവൻ്റെ കൂട്ട് തന്നെ തലയെടുപ്പുള്ള, നല്ല ലക്ഷണമൊത്ത ഒരു ആന നമ്മുടെ കോന്നിയിലുണ്ടായിരുന്നു. കോന്നി ആനക്കൂടിൻ്റെയും കോന്നി നാട്ടുകാരുടെയൊക്കെ അഭിമാനമായിരുന്ന സോമൻ. ഇന്നിപ്പോൾ സോമൻ ഏതാണ്ട് 60-65 വയസ്സുമായി. അതിനെ ഇവിടുന്ന് പിന്നെ വിശ്രമത്തിനായിട്ട് കോട്ടൂർ കൊണ്ടുപോയിരിക്കുകയാണ്, തിരുവനന്തപുരത്ത്. അവിടെ വാർദ്ധക്യ സഹജമായ അസുഖവും അതിൽ വാർദ്ധക്യ ചികിത്സയും അതുപോലെ പരിചരണവും കിട്ടുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ അവിടെ മാത്രമേ ഉള്ളൂ. അവിടേക്ക് കൊണ്ടുപോയിരിക്കുക. അവർ റിട്ടയർഡായി, വിശ്രമ ജീവിതമാണ്. എല്ലാ മറ്റാരോഗ്യപരമായിട്ടുള്ള പരിപാലനങ്ങളും ഒക്കെയ്ക്ക് വേണ്ടിയിട്ട് സോമനെ അവിടെ കൊണ്ടുപോയിരിക്കുക. ഒരുപാട് കാട്ടാനകളെ മെരുക്കിയെടുത്ത താപ്പാനയായിരുന്നു സോമൻ. കേരളത്തിലെ അറിയപ്പെടുന്ന താപ്പാനകളിൽ ഒരാളാണ് സോമനെ ഒരുപക്ഷെ നിങ്ങൾ പലരും നേരത്തെ കണ്ടിട്ടുണ്ടാവും. അത്ര ഉഗ്രപ്രതാപിയായ നല്ല തലയെടുപ്പും ആജാനുബാഹുവായ ഒരു ഗജവീരനായിരുന്നു. ഇത് ആനയുടെ മ്യൂസിയമാണ്. ആനയുടെ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഗാലറിയാണിത്. ഈ ഗാലറിയിൽ പല തരത്തിലുള്ള പല കലാകാരന്മാരുടെ ശില്പവേലകളും അവരുടെ കൈപുണ്യവും നമുക്കിവിടെ കാണാം. ഒരുപാട് തരത്തിലുള്ള ആനകളുടെ രൂപങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഇതൊക്കെ ഓരോരോ കലാകാരന്മാരുടെ ഭാവനയിൽ വിരിഞ്ഞ ആനകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ വലിയ പ്രശസ്തരായ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോകൾ പിന്നെ ഇവിടെയുണ്ട്. ഓരോരുത്തരും നിർമ്മിച്ചതും അവരവരുടെ കഴിവിനും അറിവിനും ഭാവനയ്ക്കും അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ഓരോരോ ആനയുടെ രൂപങ്ങളാണിതെല്ലാം. നല്ല രസമുണ്ട്. നമുക്ക് രാവിലെ വന്നാൽ ഉച്ചവരെ ഇവിടെ കറങ്ങി ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് പോകാൻ സാധിക്കുന്ന ഒരിടമാണ് കോന്നി ആനക്കൂട്. നല്ല നെറ്റിപ്പട്ടം, തിടമ്പ്, വെഞ്ചാമരം ഒക്കെയുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് 3D ഒരു തിയേറ്ററുണ്ട് ഇവിടെ. അതിനു മുമ്പായിട്ട് നമുക്കിവിടെ ഒരു സ്ഥലമുണ്ട്. ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഒരു 4 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവിടെ ദാരുണമായി മരണപ്പെടുകയുണ്ടായി. ആ കാണുന്ന നമ്മുടെ ഫെൻസിങ് ഇതിൻ്റെ ബോർഡ് കണ്ടോ, തൂണുകൾ കണ്ടോ? ആ കാണുന്ന ഈ തൂണുകൾ, ആ തൂണിൽ കുഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുഞ്ഞ് തന്നെ ഓടിപ്പോയി തൂണെ കെട്ടിപ്പിടിച്ച് നിന്ന് പേരൻസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആ കോൺക്രീറ്റ് തൂണ് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അതിൽ അതിയായ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. 4 വയസ്സുള്ളൊരു കൊച്ചു കുഞ്ഞായിരുന്നു. നമ്മളോടൊപ്പം കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പഴക്കം ചെന്ന സ്ഥലങ്ങളിലും പഴക്കം ചെന്ന ഊഞ്ഞാലായാലും ആടുന്ന ഏത് സാധനങ്ങളായാലും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കയറുമ്പോഴോ വലിയവർ കയറുമ്പോഴോ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെ ഇരിക്കുകയാണെന്നോ എന്തുവാണെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് മറ്റൊരു ദുരന്തങ്ങളോ അപകടങ്ങളോ ഒന്നും വരുത്തി വെക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. കുഞ്ഞുങ്ങളെല്ലാം കയറ് അഴിച്ചു വിട്ടതുപോലെ അവർ ഓടിച്ചാടി നടക്കുന്നതാണ്. ഇതാണ് 3D തിയേറ്ററിൻ്റെ ഉൾവശം. വളരെ സൂപ്പറായിട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ആ തിയേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയാണ് 3D തിയേറ്റർ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഫോട്ടോ പോയിൻ്റാണ്. അതാണ് അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിന്നത്. ഇത് മ്യൂസിയം.
ഈ മ്യൂസിയം വളരെ ഭംഗിയായിട്ട് തന്നെ അത് രൂപകൽപ്പനയും ചെയ്തിട്ടുണ്ട്. അതിലെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നന്നായിട്ടുണ്ട്. ഈ കാണുന്ന ചിത്ര രചന നിങ്ങളെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ മറ്റൊരു വീഡിയോ, ഒരാനയുടെ ജീവിതമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന മൊത്തം. ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ വളർത്തി അവിടം തൊട്ട് ഇങ്ങോട്ട് ആ ആനയുടെ മരണം വരെയുള്ള കഥയാണ് ഈ ചിത്രരചനയിൽ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ അതിനെപ്പറ്റി ഞാൻ വളരെ വ്യക്തമായിട്ട് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതല്ലാതെ നമ്മൾ ഈ ഒറ്റ നോട്ടത്തേക്ക് നോക്കിയാൽ അതൊരു വെറും ഒരു ചിത്രമായിട്ട് മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ കാണുന്ന ഗജവീരനെ കണ്ടില്ലേ? അതുപോലെ ആജാനുബാഹുവായ ഒരു ഗജവീരൻ ഇതിനുള്ളിലുണ്ട്. അവനെ നമുക്കൊന്ന് കാണാം. ഈ മ്യൂസിയം വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടി തന്നെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാം കണ്ടില്ലേ? എല്ലാം ഓരോരോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീസ് എടുത്ത പല തരത്തിലുള്ള ഫോട്ടോകൾ കണ്ടോ? ഇതാണ് ആ വെളിയിൽ കണ്ട വലിയ ഒരു ഗജവീരൻ്റെ അസ്ഥികൂടമാണ് ഈ കാണുന്നത്. ഒറിജിനൽ അസ്ഥികൂടം. ഫോറസ്റ്റ് വനത്തിൽ നിന്നും മരിച്ച ആനയുടെ അസ്ഥികൂടം ശേഖരിച്ച് അവരിവിടെ അതിനെ ജോയിൻറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഒരു വലിയ ഗജവീരൻ്റെ അസ്ഥികൂടം. നിങ്ങൾക്ക് കോന്നി ആനക്കൂട്ടി വന്നാൽ ഇത് കാണാം. ഈ കാണുന്നതാണ് ആനയുടെ മസ്തകം. മസ്തകത്തിനോട് തന്നെ അടുത്ത് വലത് സൈഡിൽ ഇരിക്കുന്നത് ആനയുടെ താടി എല്ലാണ്. അതിനകത്ത് ആനയുടെ പല്ലുണ്ട്. മുകളിലത്തെ ഗ്ലാസ് മുറിക്കകത്തിരിക്കുന്നത് മുകളിലത്തെ അണയാണ്. ഓരോരോ കലാകാരന്മാരുടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എല്ലാ ഫോട്ടോകളും ഓരോരോ തരത്തിലുള്ള നമുക്കിവിടെ കാണാം. ഇതെല്ലാം ആനകളെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളാണ്. മൃഗീയമായ വേദനയോടുകൂടി വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വയം അടിമയായി തീരുന്ന ആനകളെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഈ കാണുന്നത്. ഈ കത്തികളും ചങ്ങലകളും. ഈ കാണുന്ന ഈ കൂട്ടിനകത്തിരിക്കുന്നതുണ്ടോ? ഇത് ആനയുടെ പല്ലുകളാണ്. അതിനകത്ത് 2, 4, 6 പല്ലുകൾ അതിനകത്തുണ്ട്. ഇത് ആനയുടെ കാലിലിട്ട് കൊളുത്തിട്ട് വെക്കും. ആനയ്ക്ക് ഇടംബലം തിരിയാൻ പറ്റാതായി പോകുന്ന ഇപ്പോൾ കണ്ട മുള്ള. പിന്നെ ആ കണ്ടത് ആനയുടെ ചിരട്ടയാണ്, മുട്ടിൻ്റെ ചിരട്ട. ഇത് ആനയുടെ പടമുള്ള നാണയങ്ങൾ. ഇതെല്ലാം ഓരോരോ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത വീഡിയോയും ഫോട്ടോകളുമാണ് ആനയെപ്പറ്റിയുള്ളത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ആനകളുടെ സ്നേഹവും അവരുടെ നടപ്പും കാര്യങ്ങളും ഓരോരോ ലക്ഷണങ്ങളും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളുടെ ഒരു മ്യൂസിയമാണ്. ഇതിൽ ഇപ്പുറത്തായിട്ട് പക്ഷികളുടെ ഓരോരോ പക്ഷികളെയും അനുബന്ധിച്ച് ഇവിടെ ഓരോ സ്വിച്ചുകളുണ്ട്. ആ സ്വിച്ചുകൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതാത് പക്ഷികളുടെ ശബ്ദം നമുക്ക് കേൾക്കാം. അത് നല്ല രസമാണ്. കുഞ്ഞുങ്ങൾക്കായാലും നേരത്തെ നമുക്ക് സ്വയമായിട്ട് പ്രവർത്തിപ്പിക്കാമായിരുന്നു. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് പറ്റില്ല. അവിടെ ഫോറസ്റ്റിൻ്റെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അവരാണ് ഓരോ സ്വിച്ചും പ്രദർശിപ്പിക്കുന്നത്. ഇത് ആനക്കൂട്ടിൽ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനിയും ഒരു പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കോന്നി ആനക്കൂട്ടിൽ നിങ്ങൾ ഒരിക്കൽ കൂടി സന്ദർശിക്കുക.